അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് തോപ്പർത്താൻ പറയുന്ന ചേച്ചി ഒന്നും ഇന്നില്ല. ഇന്ന് ചേച്ചി ക്യാമറയിലും ഞാനാണ് ഇന്ന് ആക്ഷനും. അപ്പോൾ നമ്മൾ ജോലിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. വീഡിയോ അല്ല, ഒരു വീഡിയോ സീരീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സീരീസിലെ ഒരു ഒന്നാമത്തെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാം. അപ്പോൾ കുറേ പേര് വെയിറ്റ് ചെയ്യുകയും കുറേ പേര് ഇൻട്രസ്റ്റഡ് ആണെന്ന് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജുകളും കമൻറ്റുകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു സോറി, നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. കാരണം വെച്ചാൽ നമുക്ക് വർക്കിൻ്റെ കുറച്ച് തിരക്കുകളും പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഇഷ്യൂസും ഒക്കെ ആയിട്ടാണ് നമ്മൾ വീഡിയോ കുറച്ച് ഡിലേ ആയത്. എന്തായാലും വെയിറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എനിക്ക് ആദ്യം മുതലേ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴും എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്കൊരു 30 ദിവസം ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം എന്ന് വിശ്വാസമുള്ളവർ, ദിവസം ഒരു മണിക്കൂർ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാം എന്ന് താല്പര്യമുള്ളവർ മാത്രമേ വീഡിയോ കണ്ടാൽ. ഈ സെക്കൻഡ് മുതൽ വീഡിയോ അങ്ങോട്ട് കാണുന്നവരെല്ലാം ഇൻട്രസ്റ്റഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഫുൾ സീരീസിന് ഒരു 30 ദിവസത്തെ സീരീസ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 30 ദിവസത്തെ സീരീസിനെ നമ്മൾ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. സെക്കൻഡ് സെക്ഷൻ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിരിക്കേണ്ടതുണ്ട്, ലൈക്ക് CV അല്ലെങ്കിൽ കവർ ലെറ്റർ, അതൊക്കെ കുറച്ചധികം പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നു. തേർഡ് സെക്ഷൻ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഇതിനെ ഒരു എക്സസൈസ് ആയിട്ട് എടുത്ത് ഡെയിലി ഒരു 1 hour വെച്ച് നമ്മൾ ഇതിനെ പ്രൊസീഡ് ചെയ്യുന്നു. അങ്ങനെ 3 സെക്ഷനാണ്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡയറക്റ്റ്ലി ജോലിക്കൊന്നും തന്നെ അപ്ലൈ ചെയ്യുന്നില്ല ആദ്യത്തെ ദിവസം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ്. നമ്മൾ ആദ്യം ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് യൂറോപ്പിലേക്ക് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണം നമ്മളൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ കുറേ ജോലി കണ്ടുപിടിച്ച് എല്ലാ ജോലിക്കും അങ്ങോട്ട് റിക്വസ്റ്റ് അയക്കും, അല്ലെങ്കിൽ CV അയച്ചു കൊടുക്കും. ഫസ്റ്റ് ഡേ കൊണ്ട് തന്നെ നമ്മൾ ടയേർഡ് ആവും. സെക്കൻഡ് ഡേ മുതൽ നമ്മൾ തന്നെ പറയും ഇതൊന്നും നടക്കൂല, നമുക്ക് ഇവിടെ ഇരുന്ന് പറ്റൂല, അങ്ങനെ ഒരു രീതിയിൽ. അപ്പോൾ നമ്മളൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് വേണം. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ കുറച്ച് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് തിങ്കുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ചില ഇൻഫ്ലുവൻസേഴ്സ് പറയും യൂറോപ്പിലേക്ക് വന്നിട്ട് കാര്യമില്ല, ചിലർ പറയും യൂറോപ്പിലേക്ക് വാ, ഇവിടെ ഒരുപാട് വേക്കൻസി ഉണ്ട്. അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതാണ് നമ്മുടെ രണ്ടാമത്തെ എയിം. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം. അപ്പോൾ എന്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ സീരീസ് ചെയ്യാനുള്ള കാരണം എന്ന് നമുക്ക് പറഞ്ഞു തന്നെ തുടങ്ങാം. നമ്മളിപ്പം നാട്ടിൽ നിന്ന് ഒരുപാട് ഏജൻസികൾ യൂറോപ്പിലേക്കും കാനഡയിലേക്കും അമേരിക്കയിലും ഒക്കെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും കുറച്ച് ഡിസഡ്വാൻറ്റേജും. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വലിയ എഫേർട്ട് ഒന്നും ഇല്ലാണ്ട് അവർ തരുന്നൊരു ജോലി തന്നെ നിങ്ങൾക്ക് അവിടെ പോയി ചെയ്യാം, ഇൻ കേസ് ജോലി ഉണ്ടെങ്കിൽ. ഡിസഡ്വാൻറ്റേജസ് ആണ് പക്ഷെ ബേസിക്കലി കൂടുതൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേയൊക്കെ ഫേക്ക് നോട്ടിഫിക്കേഷൻസ് അവർ നിങ്ങൾ പബ്ലിഷ് ചെയ്തിട്ട് അതിൽ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞായിരിക്കും നിങ്ങളുടെ നിന്ന് കാശ് മേടിക്കുന്നത്. ആക്ച്വലി ഇതിന് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഒരു വർക്കറിനെ വേണമെന്ന് ഒരു നോട്ടിഫിക്കേഷൻ ഇടുമ്പോൾ അവരൊരു ആളെ എടുക്കാൻ വേണ്ടി നിങ്ങളുടെ നിന്ന് കാശ് മേടിക്കുമ്പോൾ ബേസിക്കലി ചിലപ്പോൾ ഏജൻസിക്ക് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടേ ഉണ്ടാവുള്ളൂ, ഇന്നൊരു കമ്പനിയിൽ ആളെ വേണമായിരിക്കാം, അല്ലെങ്കിൽ അവർ ഇൻട്രസ്റ്റഡ് ആണെന്നൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പലരും ഏജൻസിക്ക് പൈസ കൊടുത്തതിന് ശേഷം 4-5 മാസങ്ങളൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്. കാരണം ഈ ഏജൻസിക്ക് ജസ്റ്റ് ഒരു അറിവേ ഉള്ളൂ അങ്ങനെ അവിടെ ഒരു വേക്കൻസി ഉണ്ടാവുമെന്ന്. അവർ പിന്നെ കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്തും ഒരു കോൺട്രാക്റ്റ് ഒക്കെ ഉണ്ടാക്കി ടൈപ്പ് ആക്കിയിട്ട് വേണം നിങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ നല്ലൊരു ടൈം ലാഗ് ഉണ്ടാവും. ആ ടൈം ലാഗിനുള്ളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഏജൻസികൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഒരു 1500 അല്ലെങ്കിൽ 2000 സാലറി കിട്ടുമെന്നായിരിക്കും. പക്ഷേ ഇത് കഴിഞ്ഞ് ഈ കോൺട്രാക്ട് കമ്പനിയും ഏജൻസി ആയിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് ഡീലാക്കുമ്പോഴത്തേക്ക് അവർ പറയുന്ന ഒരു 1200. ആ സമയം കൊണ്ട് തന്നെ നിങ്ങൾ പൈസ കൊടുത്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുകയായിരിക്കും. അങ്ങനെ നിങ്ങൾ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു 1200, 1000 ഒക്കെ ആയിരിക്കും. അങ്ങനെ എടുത്ത് ഒരുപാട് മലയാളികൾ ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 5-6 ലക്ഷം കൊടുത്ത്, അല്ലെങ്കിൽ 5-6 ഒന്നുമല്ല, ഇപ്പോൾ ഒരു 10 ലക്ഷമൊക്കെയാണ് ആൾക്കാർ കൊടുക്കാൻ റെഡി ആയിട്ടും മേടിക്കുന്നു ഏജൻസിക്കാർ. 10 ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾ യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ എവിടേക്ക് പോയി കഴിഞ്ഞാലും നിങ്ങളൊരു ആവറേജ് സാലറി വെച്ച് നിങ്ങളൊരു 1 ഇയർ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 1 ഇയർ നിങ്ങളുടെ കടം വീട്ടാനായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം. 1 ഇയർ നിങ്ങളുടെ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സേവിങ്സും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ വർഷം മുതലാണ് നിങ്ങൾക്ക് ഇച്ചിരി സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അത് ഇതിൻ്റെ ഒരു സാഡ് റിയാലിറ്റിയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ കുറേ ഇൻഫ്ലുവൻസേഴ്സ് പറയും ജോബ് വേക്കൻസി ഉണ്ട്, നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾ ആ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുമ്പോഴേ അറിയുള്ളൂ എത്ര രൂപ നമ്മൾ അവർക്ക് കൊടുക്കണം, അങ്ങനെ എത്ര രൂപയ്ക്ക് അവർ മേടിക്കുന്നത്, ഏജൻസി ഏതാണെന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. ഞങ്ങൾക്കും അങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ എന്താ അങ്ങനെ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കാശിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടൊന്നും അല്ല. ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നല്ല ജോലികൾ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോഴും അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാവും.
നമ്മൾ ഒരാൾക്കൊരു ജോലി വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര നല്ല ജോലിയാണെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ അയാളുടെ വായിരിക്കും നമ്മൾ കേൾക്കേണ്ടി വരും. കാരണം അത് നമുക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എത്ര ജോലി നമ്മൾ തന്നെ എടുത്താലും നമ്മളൊരാളെ സഹായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചാൾ കഴിയുമ്പോൾ ഈ ജോലി പോരല്ലോ, ഇതിൽ നല്ലൊരെണ്ണം നമുക്ക് വേണമെങ്കിൽ മേടിച്ച് തന്നുകൂടായിരുന്നോ എന്നൊരു ചിന്ത അവർക്ക് വരും. പിന്നെ അവർക്ക് ആ കമ്പനിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അതിലൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടിയിരിക്കും. കാരണം നമ്മളിവിടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിൻ്റെ ഒക്കെ ഏജൻസിയിൽ നിന്ന് ഇപ്പോഴും ആൾക്കാരെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്റ്റർബൻസിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യും, നിങ്ങൾക്ക് തന്നെ കിട്ടാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. ഇതാകുമ്പോൾ നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഒരു ജോലി കണ്ടുപിടിക്കാം. ഞങ്ങൾ നിങ്ങളെ മാക്സിമം സഹായിക്കും. നമുക്കൊരു സന്തോഷം, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പിന്നിലെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഫോൾട്ടാണ് നിങ്ങൾ ആദ്യം ഒരു ഇൻ്റർനാഷണൽ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യുന്നത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ അത് ക്ലിയർ ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടാനുള്ള ജോബ് കിട്ടാനുള്ള ചാൻസ് കൂടി വരും. അപ്പം ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CV, കവർ ലെറ്റർ. നമ്മൾ ഈ നാട്ടിൽ നിന്ന് ജോലിക്ക് ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്ത് കുറച്ച് പേര് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ജോലി കിട്ടാത്തവരുണ്ട്, ഈ വീഡിയോ കാണുന്നവരുണ്ടാവാം. ചിലർ കുറേ പേര് ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് അങ്ങനെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്താൽ കിട്ടൂല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ പറയുന്ന ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ ഇപ്പോൾ ആരൊക്കെ അങ്ങനെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടേക്ക് ജോലി കിട്ടൂല എന്ന് പറയുന്നുണ്ടോ അവരുടെ പ്രൊഫൈലിൽ കയറി ഗോ ത്രൂ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അവർ പല പല ജോബ് ഓപ്പർച്യൂണിറ്റീസിനും വേണ്ടി പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. ദിസ് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ ഏജൻസീസ് ആൻഡ് ഓൾ ദിസ് തിങ്സ്. ഇനി അടുത്ത ആൾക്കാർ, ടീം ഓഫ് ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ യൂഷ്വൽ മലയാളികൾ അവർ വന്നു. ഇനി നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല, ആ ഒരു മൂടി സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. സോ ഓൾ ദീസ് നെഗറ്റീവ്, ഇങ്ങനെയുള്ള നെഗറ്റീവ് ആൾക്കാരെല്ലാം നിങ്ങൾ മാറ്റി വെച്ചേക്കുക. നമുക്ക് ചെയ്യേണ്ട കുറച്ച് മിസ്റ്റേക്കുകൾ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ജോബിന് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാത്തത്. അതിലൊന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ CV, നമ്മുടെ കവർ ലെറ്റർ തുടങ്ങിയ കുറച്ച് ഡോക്യുമെന്റ്സ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നതിനെ കുറിച്ച് റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം, അവസാനം വരെ കാണാൻ ശ്രമിക്കണം. ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് അടിച്ചു പോകുക, അങ്ങനത്തെ പരിപാടികളൊന്നും കാണിക്കരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 30 ദിവസത്തെ സീരീസ് ഓഫ് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ ദിവസവും നിങ്ങൾ ഓരോ മണിക്കൂർ വെച്ച് സ്പെൻഡ് ചെയ്യുക. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ഒരു ദിവസം പോലും മിസ്സാവാണ്ട് ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് വെച്ചിട്ട് 3-4 വീഡിയോ കണ്ടിട്ട് അവസാനം വന്നൊരു 30 ദിവസം ഞാൻ ട്രൈ ചെയ്തു, എനിക്ക് നടക്കുന്നില്ല, അങ്ങനത്തെ കമൻറ്റുകളായിട്ട് വരരുത്. നിങ്ങൾ എല്ലാ ദിവസവും ട്രൈ ചെയ്യുക, എല്ലാ ദിവസവും ഇതിന് ഞാൻ പറയുന്ന രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് റിസൾട്ട് നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണുന്നവരെല്ലാം തന്നെ കമൻറ്റിൽ വന്നിട്ട് നിങ്ങളുടെ ഹാജർ അറിയിക്കണം, നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് എന്നെ അറിയിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മിസ്റ്റേക്ക് നമ്പർ 1, CV. നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ഒരു CV ഉണ്ടാവും. ചിലരുടെ കയ്യിൽ 1-2 CV ഉണ്ടാവും. ഈ CV നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ പ്രിപ്പയർ ചെയ്തതായിരിക്കും. ചിലർക്ക് കോളേജ് കഴിഞ്ഞ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന CVs ഉണ്ടാവും. അങ്ങനെ 1-2 CVs ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉള്ളത്. ആ 2 CV അല്ലെങ്കിൽ ആ ഒരു CV ആയിരിക്കും എല്ലാ ടൈപ്പ് ജോബിനും നമ്മളിങ്ങനെ സെൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന പല പല കമ്പനികൾക്ക്. അപ്പോൾ ആ CV നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു പർട്ടിക്കുലർ വിഷൻ ഉണ്ടാവും, ആ CV എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ളത്, അല്ലെങ്കിൽ ആ CVയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ആ ജോബിന് മാത്രമേ ആക്ച്വലി ആ CV യൂസ്ഫുൾ ആവുള്ളൂ. ഇത് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അപ്പോൾ ഞാൻ അത് റിലേറ്റ് ചെയ്തൊരു CV ഉണ്ടാക്കും. എന്നിട്ട് ഞാൻ യൂറോപ്പിലേക്ക് വരാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്ക് കാണിക്കുന്നു ജനറൽ വർക്കറിന് ഒരു വേക്കൻസി ഉണ്ട്, ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ CV അയച്ചു കൊടുക്കും. നേഴ്സസ് മീൻസ് ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റിയിൽ ഒരു വേക്കൻസി ഉണ്ട്, സെയിം ഈ CV അയച്ചു കൊടുക്കും. അങ്ങനെ എല്ലാ കാറ്റഗറിയിലേക്ക് ഈ CV തന്നെ അയച്ചു കൊടുക്കുമ്പോൾ ഈ CV റിസീവ് ചെയ്തിട്ട് ഇപ്പോൾ ജനറൽ വർക്കറിന് ഒരു വേക്കൻസി ഉണ്ടെന്നൊരു കമ്പനി നിങ്ങളുടെ CV ഇൻ കേസ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ CVയിൽ കാണിക്കുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെയും അതിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ആയിരിക്കും. അപ്പോൾ അവർക്ക് എന്നെ ആവശ്യമില്ല. അതാണ് നമ്മൾ ചെയ്യുന്ന ഒന്നാമത്തെ മിസ്റ്റേക്ക്. സെക്കൻഡ് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ കവർ ലെറ്റർ. നമ്മുടെ കവർ ലെറ്റർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർ CV ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ഇനിഷ്യൽ ചെക്ക് ചെയ്യുന്നൊരു സാധനമാണ് ഈ കവർ ലെറ്റർ. ഈ കവർ ലെറ്ററിൽ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളോട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഇൻഡസ്ട്രിയൽ ജോബിനാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ നിങ്ങളുടെ CV അല്ലെങ്കിൽ നിങ്ങളുടെ കവർ ലെറ്റർ നോക്കുന്ന ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കീവേഡ്സ് ഉണ്ട്. അവർ ആദ്യം തന്നെ നിങ്ങളുടെ CVയോ കവർ ലെറ്ററോ മൊത്തം വായിച്ചു നോക്കില്ല. അപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്ന കീവേഡ്സ് അതിലുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമായിരിക്കും അവരത് റീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അതിനകത്തിൽ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ജോബിനാണെങ്കിൽ എനിക്ക് ഇൻഡസ്ട്രിയൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനാണ് നിങ്ങളുടെ പാഷൻ, അല്ലെങ്കിൽ നിങ്ങളൊരു ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അതിനകത്തിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഇത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡിഫറെൻറ്റ് ജോബിന് അപ്ലൈ ചെയ്യുമ്പം കീവേഡ്സ് മാറി വരും. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു CV വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ജോബും കവർ ചെയ്യാൻ പറ്റില്ല. പല ജോബിനും അതിൻ്റെ നേച്ചറിനനുസരിച്ച് നിങ്ങൾക്ക് വ്യത്യസ്തമായ CV വേണം. അപ്പോൾ നിങ്ങൾ ഒരു CV കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആൾക്കാരാണെങ്കിൽ CV എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അത് വരുന്ന ക്ലാസ്സുകളിൽ പറയും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട. കവർ ലെറ്റർ അതുപോലെ തന്നെ, ഒരു ജോബിന് ഒരു കവർ ലെറ്റർ പറ്റുള്ളൂ, മാച്ചിങ് ആവുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ജോബ് കണ്ടു, ആ ജോബിൻ്റെ കമ്പനി നെയിം ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ചേർത്ത് നിങ്ങളൊരു കവർ ലെറ്റർ ഉണ്ടാക്കുകയാണെങ്കിൽ ആ കവർ ലെറ്റർ അടുത്ത ജോബിന് ഉപയോഗിക്കാൻ പാടില്ല.
അപ്പം നിങ്ങൾ കവർ ലെറ്റർ എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് മാറ്റി മാറ്റി ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ട്യൂട്ടോറിയൽസ് ഒക്കെ നമ്മൾ ഉടനെ വരുന്നുണ്ട്. ഇനി ചെയ്യുന്ന അടുത്ത മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ മെയിൽ ഐ ഡി. അത് എല്ലാവരും നാട്ടിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് മെയിൽ ഐ ഡി. കാരണം നമ്മൾ അബ്രോഡ് വരുമ്പോഴത്തേക്കും ഇൻ കേസ് യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ കാനഡയിലേക്കോ വരുമ്പോഴത്തേക്കും ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാരുടെ നേച്ചർ ഒന്ന് ചോദിച്ചാൽ മതി. അവർക്ക് ഈ ഇന്റർനെറ്റ് തിങ്സ് ഒക്കെ ഭയങ്കര സ്കേറിയാണ്. കാരണം ഒരുപാട് സ്കാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡി കുറച്ചും കൂടി പ്രൊഫഷണൽ ആകണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ പേര് ഗോപു ഗോപൻ 123 അങ്ങനെയൊക്കെ ഉള്ളത് കുഴപ്പമില്ല. ചിലരുടെയൊക്കെ മെയിൽ ഐ ഡി ശ്രദ്ധിച്ചിട്ടുണ്ട്, പേര് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ, പിന്നെ കുറച്ച് വേർഡ്സ്, പിന്നെ ഒരു ABCDEFG എന്ന് പറഞ്ഞ കുറച്ച് സാധനങ്ങൾ. നിങ്ങളുടെ മെയിൽ ഐ ഡി അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ഫസ്റ്റ് എക്സസൈസ് ആണ്, ഇന്ന് തന്നെ നിങ്ങളൊരു നല്ല മെയിൽ ഐ ഡി ഉണ്ടാക്കുക. നല്ല മെയിൽ ഐ ഡി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേര്, പിന്നെ നിങ്ങൾക്ക് ആ പേരിന് മാച്ച് മീൻസ് ആ പേരിന് സജഷൻ വരുന്ന കുറച്ച് നമ്പേഴ്സോ ബാക്കി എന്തെങ്കിലും കുറച്ച് സെക്യൂരിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെയിൽ ഐ ഡി. മെയിൽ ഐ ഡി ഒന്നും കമന്റ് ചെയ്യേണ്ട. പക്ഷേ നിങ്ങളുടെ മെയിൽ ഐ ഡി ലിറ്റിൽ ബിറ്റ് പ്രൊഫഷണൽ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു മെയിൽ ഐ ഡി ആയിരിക്കണം. അത് നിങ്ങൾ ആരെയും കാണിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് തന്നെ ഒരു ഫീലിംഗ് ഉണ്ടാവണം, ഓക്കെ ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു ഫേക്ക് ആളല്ല അല്ലെങ്കിൽ ഒരു സ്കാമർ അല്ല എന്ന് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു മെയിൽ ഐ ഡി ആയിരിക്കണം. അത് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഇന്നത് എൻഷുർ ചെയ്യണം നിങ്ങൾക്ക് ഒരു മെയിൽ ഐ ഡി ഉണ്ടെന്ന്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും യൂറോപ്പിലേക്ക് വരാൻ ഒരു ഇൻടേക്ക് മതി, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ ഒരു ഇൻടേക്കിന് ഏത് ജോലിക്കാണെങ്കിലും ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് വരുന്ന കുറേ ആൾക്കാരുണ്ട്. ശരിക്കും നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് ബേസിക്കലി ഒന്നും തന്നെ പെർഫോം ചെയ്യാനില്ല. കാരണം നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ട്, ഇവിടെ പല പല ജോലിക്ക് വന്നു, ഇവിടെ വന്നിട്ട് അവർ കുറച്ച് നാൾ ജോലി ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഈ ജോലി പറ്റില്ല. കാരണം അവർ ഈ ജോലിയല്ല മുമ്പ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഈ ജോലിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അവർ കുറച്ച് നാൾ ഈ ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഈ ജോബ് തന്നെ മടുക്കുന്നു, ഈ രാജ്യം മടുക്കുന്നു, അവരെ കമ്പനിയിൽ നിന്ന് പുറത്താക്കേണ്ട ഒരു അവസ്ഥ എത്തും. പുറത്താക്കേണ്ട ഒരു അവസ്ഥ എത്തുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അടുത്തൊരു ജോബ് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട്, അവരുടെ വിസയിൽ വരുന്ന കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലിക്ക് ഇങ്ങനെ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് മാറിക്കോളാം എന്ന് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേഷൻ ആവും. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ തന്നെ യൂറോപ്പിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരെ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ജോലി ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ്, നിങ്ങളുടെ പാഷൻ, ഇൻട്രസ്റ്റ്, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കുക. ഇന്ന ജോലിക്ക് ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് +2 മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരു ബേസിക് കാറ്റഗറി ജോബ്, ചെറിയ ചെറിയ ഓഫീസ് അസിസ്റ്റൻസ് ജോബുകൾ, ഇൻഡസ്ട്രിയൽ ഹെൽപ്പേഴ്സ് ആയിട്ടുള്ള ജോബുകൾ അങ്ങനെയൊക്കെ പറ്റും. ഇനി നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ആ ഡിഗ്രി റിലേറ്റ് ചെയ്ത ജോബും ഈ താഴെ പറഞ്ഞ ബേസിക് ജോബ് എല്ലാം തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ്. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു ലിസ്റ്റും ഇന്ന് തന്നെ തയ്യാറാക്കണം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് 2 ടാസ്കാണുള്ളൂ. ഒന്ന് നിങ്ങളുടെ മെയിൽ ഐ ഡി റെഡിയാക്കുക, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കില്ല് അനുസരിച്ച്, ഓരോരുത്തരുടെ സ്കില്ല് അനുസരിച്ച് എന്തൊക്കെ ജോബാണ് നിങ്ങൾക്ക് ആപ്റ്റ് ആവുക എന്നുള്ളതും നിങ്ങൾക്ക് ഇന്ന് കണ്ടെത്തണം. അപ്പം അതിലെന്തെങ്കിലും ഡിഫിക്കൽട്ട് ഉള്ള ആൾക്കാർ കമൻറ്റ് ചെയ്താൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാം. ലൈക്ക് നിങ്ങളുടെ സ്കിൽ എന്താണെന്നൊക്കെ പറഞ്ഞു തന്നാൽ നിങ്ങൾ ഏതൊക്കെ ജോബിന് എലിജിബിൾ ആവാം, അല്ലെങ്കിൽ ഏതൊക്കെ ജോലി നിങ്ങൾക്ക് ചെയ്യാമെന്ന് നമ്മൾ കണ്ടെത്തി നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ഫീൽഡിൽ തന്നെ ഒരുപാട് ജോബ് നമുക്ക് ചെയ്യാനുണ്ടാവും. പക്ഷെ നമുക്കറിയത്തില്ല അത് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ അതിന് എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്കറിയത്തില്ല. സോ അതിനൊരു ചെറിയ റിസർച്ച് ഇന്ന് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ 1 മണിക്കൂർ നിങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ 1 hour ആക്ടിവിറ്റി നിങ്ങൾ റെഡി ആണല്ലോ. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മെയിൽ ഐ ഡി ഒന്ന് കറക്റ്റ് ആക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്യാം എന്ന് നിങ്ങൾ കണ്ടെത്തണം. അത് ഞാൻ ഈസി മെത്തേഡ് പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങളൊരു പേപ്പർ എടുക്കുക, അതിനകത്തിലേക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെന്ന് നോട്ട് ഡൗൺ ചെയ്യുക. 2 നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് ഏതൊക്കെ ജോലിക്ക് പോകാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നോട്ട് ഡൗൺ ചെയ്യുക. 3 നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ പാഷൻ, നിങ്ങൾക്ക് എന്താവണം എന്നുള്ളത്. അതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്തും എഴുതാം. ഇപ്പം നിങ്ങൾക്ക് 10ാം ക്ലാസ് ഒരു എഡ്യൂക്കേഷൻ ഉള്ളൂ, നിങ്ങൾക്ക് പൈലറ്റ് ആവണം, നിങ്ങൾക്ക് അത് എഴുതാം. ലാസ്റ്റ് നിങ്ങളിത് മാച്ചിങ് ആയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഏതൊക്കെ ജോലിക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങളൊരു ചെറിയ റിസർച്ച് നടത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഏതൊക്കെ കാറ്റഗറിയിലുള്ള ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ CV-യുടെ കാര്യം പറഞ്ഞു, കവർ ലെറ്ററിൻ്റെ കാര്യം പറഞ്ഞു, മെയിൽ ഐ ഡി എങ്ങനെ കറക്റ്റ് ചെയ്യണം, പിന്നെ ഏതൊക്കെ ജോലി നിങ്ങൾ അപ്ലൈ ചെയ്യണം, അങ്ങനെയുള്ള കേസുകളൊക്കെ പറഞ്ഞു. അപ്പം ഇതൊക്കെയാണ് നമ്മൾ വരുന്ന കോമൺ മിസ്റ്റേക്കുകൾ. പിന്നുള്ളൊരു മിസ്റ്റേക്ക് നമ്മൾ ആരും അറിയാതെ ചെയ്യുന്നൊരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പോകും. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു നേഴ്സാണ്, നിങ്ങളിപ്പോൾ യൂറോപ്പിൽ ഒരു നേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട്, നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പോകും. അപ്പോൾ ആ വെബ്സൈറ്റിൽ ഉണ്ടാവും ഒരു 10 പേരെ ആവശ്യം ഉണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ചെയ്യുന്നത് വെച്ചാൽ ഇത് ആരോടും പറയാണ്ടങ്ങ് അപ്ലൈ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്ക് ആ 10 പേര് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, നിങ്ങൾക്ക് ആ 10 പേരെയും കൂടെ ചേർത്ത് വെച്ച് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. മീൻസ് എല്ലാവരെയും കൂടെ വിളിച്ച് വരുത്തി ഒരു CV, എല്ലാവരുടെയും CV അതിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ നമ്മളെല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരായിട്ട് അപ്ലൈ ചെയ്യും. ഞാൻ അപ്ലൈ ചെയ്യും, ഞാൻ ആരോടും ഇത് പറയില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് ഈ വീഡിയോ വേറെ ആരെങ്കിലും കാണുമ്പോൾ അയാൾ അപ്ലൈ ചെയ്യും.
അതുപോലെ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി വി റിസീവ് ചെയ്യുന്ന ആൾ നിങ്ങളാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ആ നേഴ്സ് അയച്ചു തരുന്ന സി വി നിങ്ങളുടേതാണെന്ന് വിചാരിക്കുക. അയാൾക്ക് പല രാജ്യങ്ങളിൽ നിന്നുള്ള സി വി വരും. അപ്പോൾ എന്തുകൊണ്ട് അവർ ഇന്ത്യയിൽ നിന്നുള്ള നിങ്ങളെ ചൂസ് ചെയ്യണം? അപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ നേഴ്സിൻ്റെ സി വി അയച്ചു തരുന്ന HR നിങ്ങളാണെന്ന് നോക്കുക. നിങ്ങൾക്കാണ് സി വി റിസീവ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ആ ആളെ സെലക്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം ചിന്തിക്കുക, അല്ലെങ്കിൽ എന്തുകൊണ്ട് സെലക്ട് ചെയ്യരുത്. അപ്പം നമ്മൾ അതിനകത്തിലേക്ക് വരുന്നൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പല പല രാജ്യങ്ങളിൽ നിന്നുള്ള സി വികൾ ഇയാൾക്ക് എത്തുന്നുണ്ടാവും. അപ്പോൾ അയാൾ അതെല്ലാം ഓപ്പൺ ചെയ്ത് സോർട്ട് ചെയ്ത് വേണം ഒരാളെ ഇൻവൈറ്റ് ചെയ്യാൻ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കമ്പനീസിന് ബൾക്ക് ഓർഡർ ഉണ്ടെങ്കിൽ അവർ സാധാരണ ഏജൻസികൾക്ക് പാസ് ചെയ്യും. ഏജൻസികൾക്ക് പാസ് ചെയ്യുമ്പോൾ ബേസിക്കലി ഇപ്പം ഞാൻ എൻ്റെ കമ്പനിയിലേക്ക് 10 പേരെ വേണമെന്ന് പറഞ്ഞ് ഏജൻസികൾക്ക് പാസ് ചെയ്യുകയാണെങ്കിലും ഞാനും ഒരു എമൗണ്ട് ഏജൻസിക്ക് കൊടുക്കണം എൻ്റെ കമ്പനിയിലേക്ക് 10 പേര് തരുന്നതിന്. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരുപാട് കമ്പനികളുണ്ട്. അതുകൊണ്ടാണ് ഒരു ബേസിക് സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ അവരിത് ഓരോരോ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുന്നത്. അവരൊരിക്കലും നിങ്ങൾ ആ സി വിയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അവരെ ആളെ എടുക്കാം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻസ് ഒന്നും അവർക്കില്ല. അവരൊരു ബേസിക് ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യും. പിന്നെ അവർ റിക്വയർമെൻറ്റ്സ് ഹൈ ആവുന്ന സമയത്ത് അവർക്ക് എന്തായാലും അത്യാവശ്യമായിട്ട് 10 പേര് വേണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ ഏജൻസിയെ കോൺടാക്ട് ചെയ്ത് ഏജൻസിക്ക് പൈസ കൊടുത്ത് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരും. അതാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവർ ഇപ്പം നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ വന്നു, പാകിസ്ഥാനിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ വന്നു, ദുബായിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ വന്നു. ഇതുവരെ എല്ലാവരും പ്രൊസീജിയേഴ്സ് വേറെ വേറെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ജോബ് കിട്ടാത്തത്. കാരണം വെച്ചാൽ നമ്മൾ ബൾക്കായിട്ടല്ല അപ്ലൈ ചെയ്യുന്നത്. ഒരാളോ 2 പേരോ അപ്ലൈ ചെയ്യും. അപ്പോൾ ആ 2 പേർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കോൺട്രാക്ട് പ്രിപ്പയർ ചെയ്യണം. അമേരിക്കയിൽ നിന്ന് ഒരാൾ അപ്ലൈ ചെയ്തു, അയാൾക്ക് വേണ്ടി വേറൊരു കോൺട്രാക്ട് പ്രിപ്പയർ ചെയ്യണം. പാകിസ്ഥാനിൽ നിന്ന് ഒരാൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് വേറൊരു കോൺട്രാക്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ചാൻസസ് ഹൈ ആക്കാനുള്ള ഏറ്റവും വലിയ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ച് ഇതെല്ലാം ചെയ്യുക. വെച്ചാൽ നിങ്ങളൊരു 10 ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾ 10 ഫ്രണ്ട്സ് നേഴ്സസ് ആണ്, അവർക്ക് ഒരു വേക്കൻസി 10 പേരുടെ വേക്കൻസി ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ നിങ്ങളെ സെലക്ട് ആവാണ്ടിരിക്കുമോ അത് നിങ്ങൾ വിടുക. നമ്മളെല്ലാവരുടെയും ഒരു വരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മളെക്കാളും കുറച്ചുകൂടെ സ്മാർട്ട് ആയിരിക്കും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കിട്ടും, എനിക്ക് കിട്ടാണ്ടിരിക്കും, ഞാനല്ല ഇത് കണ്ടുപിടിച്ചത്, അങ്ങനെയൊന്നും വിചാരിക്കാണ്ടിരിക്കുക. നിങ്ങൾ 10 പേരും ഒരു ഡിസ്കഷൻ നടത്തിയിട്ട് ഏത് സമയത്താണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 4 മണിക്കോ 5 മണിക്കോ ഇടയ്ക്ക് ഇന്ന് നിങ്ങൾ 10 പേര് അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ കമ്പനി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു അരമണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇന്ത്യയിൽ നിന്ന് 10 CV വന്നിട്ടുണ്ട്, 10 ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളാണ് ആ കമ്പനിയിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ല ലെറ്റ്സ് കൺസിഡർ, ബിക്കോസ് നിങ്ങൾക്ക് വേണ്ട അത്രയും പേരും ഒരേ രാജ്യത്തുനിന്ന് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ആ അത്രയും പേർക്കും കൂടെ അവർക്കൊരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുക, കോൺട്രാക്ട് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞൊരു വലിയൊരു ടാസ്ക് അല്ല. പക്ഷേ പല പല രാജ്യത്തു നിന്നുള്ളവരാണെങ്കിൽ അവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, അവർക്ക് കൺസിഡർ ചെയ്യത്തില്ല ഒരിക്കലും. കാരണം 5 രാജ്യത്തുനിന്ന് 5 പേര് വേക്കൻസിക്ക് മീൻസ് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 5 കോൺട്രാക്ട് പല പല രീതിയിൽ പല പല രാജ്യത്തിൻ്റെ റെഗുലേഷൻസ് വെച്ച് പ്രിപ്പയർ ചെയ്യുക, അതിന് റിസർച്ച് നടത്തുക, പിന്നെ അവർക്ക് അയച്ചു കൊടുക്കുക, അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക, അതൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ ഒരേപോലെ ഒരു 10 പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ജസ്റ്റ് ഒരാളെ കോൺടാക്ട് ചെയ്ത് ഇന്ന കാര്യങ്ങൾ പറയുക, അവർ നിങ്ങളുടെ ഡീറ്റെയിൽസ് ബാക്കിയുള്ളതൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങൾ ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുക. അപ്പം അവർക്കത് ഈസിയാണ്, നിങ്ങൾക്കും അത് ഈസിയാണ്. സോ നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അപ്ലൈ ചെയ്ത് നിർത്തുക. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ മസ്റ്റായിട്ട് ഒരു 10 പേർക്കോ അല്ലെങ്കിൽ 5 പേർക്കോ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു നേഴ്സായിരിക്കും, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളുള്ള എല്ലാവരും നേഴ്സായിരിക്കണമെന്നൊന്നുമില്ലല്ലോ. നിങ്ങളിപ്പോൾ 5 പേർക്ക് അയച്ചു കൊടുക്കുന്നതിൽ ഇപ്പോൾ യൂറോപ്പിലേക്ക് വരാൻ താല്പര്യമുള്ള 5 പേരിൽ കുറച്ച് പേര് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും, കുറച്ച് പേര് ചിലപ്പോൾ നേഴ്സുമാർ തന്നെ ആയിരിക്കും, കുറച്ച് പേര് ചിലപ്പോൾ എഞ്ചിനീയേഴ്സ് ആയിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ചിലപ്പോൾ അത്രയും വൈഡ് ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ള 5 പേര് അയച്ചു കൊടുക്കുന്ന അവർക്കും ഇങ്ങനെയുള്ള ഡൈവേഴ്സിറ്റി ഫീൽഡിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ നേഴ്സിൻ്റെ ഒരു വേക്കൻസി ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 10 വേക്കൻസി നേഴ്സുമാർക്കുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അതിൽ ഒരുപാട് ആൾക്കാരെ നേഴ്സായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പം നിങ്ങളുടെ കൂടെ അപ്ലൈ ചെയ്യാൻ നമുക്ക് കുറച്ച് ആൾക്കാരെയും കൂടി നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പം നിങ്ങൾക്കൊരു മാസീവായിട്ടുള്ള സ്ട്രൈക്ക് ഒരു കമ്പനിയിലേക്ക് നടത്താൻ പറ്റും. എന്നുവെച്ചാൽ അവർക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാവണം. അവരുടെ മെയിലായിട്ട് തുറന്നു നോക്കുമ്പോഴത്തേക്കും ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ 5 പേരുടെ വേക്കൻസിയോട് നമുക്കൊരു 10 കാൻഡിഡേറ്റ് ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ നമുക്കത് കൺസിഡർ ചെയ്യാവുന്നൊരു തോന്നൽ, അല്ലെങ്കിൽ അവിടെ ഒരു ഡിസ്കഷൻ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. ഇപ്പം 5 വേക്കൻസിയുള്ള 50 പേര് ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവരുടെ ഡിസ്കഷൻ പോയിന്റ് ആണ്. കാരണം അവരുടെ ജോബിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള 50 പേരാണ് റെഡിയായിട്ട് ഇന്ത്യയിലുള്ളത്. സോ അവരെന്തായാലും ആ 50 പേരിൽ 5 പേരെ കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് വീഡിയോ കുറച്ച് ലെങ്തിയാണ്. പിന്നെ ഇന്ന് ബേസിക്കലി ഞാനൊന്നും നിങ്ങളെ കാണിച്ചു തരും അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് ഡേ 1 ആണ്. നിങ്ങൾ മാക്സിമം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾ ചെയ്യാനുള്ള 3 ടാസ്കുകൾ ഞാൻ ടോട്ടലി തന്നിട്ടുണ്ട്. ഒന്ന് നിങ്ങളുടെ മെയിൽ ID കറക്റ്റ് ചെയ്യുക, 2 നിങ്ങളുടെ സ്കില്ല് നോട്ട് ഡൗൺ ചെയ്തിട്ട് ഏതൊക്കെ ജോബിനാണ് നിങ്ങൾക്ക് പോകാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എലിജിബിൾ ആണെന്നുള്ളത് കണ്ടെത്തുക. 3 വീഡിയോ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്തൊരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും നിങ്ങൾ ഇന്ന് ചെയ്യുക. ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.